Hello everyone, welcome to AZB Academy. നമ്മൾ ഭാരതീയ ന്യായ സംഹിത 2023 ഇത് നമ്മൾ നോക്കുകയാണ്. നമ്മൾ നോക്കുന്നത് സെക്ഷൻ 17 ആണ്. സെക്ഷൻ 17 അതിനു മുമ്പ് നമ്മൾ നോക്കിയ സെക്ഷൻ 4. അതിൽ സെക്ഷൻ 14 കൃത്യമായിട്ട് 4 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെക്ഷൻ 17ന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണുക. അത് കാണുമ്പോൾ ക്ലാരിറ്റിയോടുകൂടി കാര്യം മനസ്സിലാവും. എന്താണ് BNSൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ മനസ്സിലാവും. അത് കഴിഞ്ഞ് ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ ക്ലാസ് വരുമ്പോൾ അതിന്റെ അടുത്തതിന്റെ വ്യാഖ്യാനങ്ങൾ എളുപ്പം, ഉദാഹരണം, ഇങ്ങനെ പലതും പല പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മൾ നോക്കുന്ന ടോപ്പിക് ജനറൽ എക്സെപ്ഷൻസ് ആണ്. ജനറൽ എക്സെപ്ഷൻസ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. സെക്ഷൻസ് 14 to 34 വരെ. 44 ഭാരതീയ ന്യായ സംഹിത IPCക്ക് പകരം വന്നതാണ്. നമ്മുടെ ചാപ്റ്റർ ഭാരതീയ ന്യായ സംഹിത 2023 അധ്യായം 3 ചാപ്റ്റർ 3 ആണ് നമ്മൾ നോക്കുന്നത്. അധ്യായം 3 അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ടോപ്പിക് ജനറൽ എക്സെപ്ഷൻസ്. ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സാമാന്യമായ അപവാദങ്ങൾ. സാമാന്യമായ അപവാദങ്ങൾ. സാമാന്യമായ അപവാദങ്ങൾ, ഇതാണ് നമ്മുടെ ടോപ്പിക്. സിലബസും കൂടെ നോക്കി പോകാം. ഈ പഠിപ്പിക്കുന്ന സിലബസിലുണ്ടോ? ഉണ്ട്. സാമാന്യമായ അപവാദങ്ങൾ, ജനറൽ എക്സെപ്ഷൻസ്. അതിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്നൊരു ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, വസ്തുതയുടെ തെറ്റ്, വസ്തുതയുടെ പിഴവ്, ഇത് 2 സെക്ഷനുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെക്ഷൻ 14, സെക്ഷൻ 17. അതിൽ സെക്ഷൻ 14 നമ്മൾ കൃത്യമായിട്ട് 4 പാർട്ടായിട്ട് അതിനെ തിരിച്ചു നോക്കി. ഇന്ന് 17ന്റെ പാർട്ട് 2 ഡേ 2. അപ്പൊ നമുക്ക് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് അഥവാ വസ്തുതയുടെ പിഴവിലേക്ക് കടക്കാം. സെക്ഷൻ 17 എന്ന് പറയുന്നത് ആക്ട് അണ്ടർ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. എന്താണ് ആക്ട് അണ്ടർ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്? ആക്ട് അണ്ടർ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, അതായത് ആക്ട് ഡൺ ബൈ എ പേഴ്സൺ, ഒരു വ്യക്തി ചെയ്തു, ബട്ട് ജസ്റ്റിഫൈഡ്, ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു. ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിംഗ് ഹിംസെൽഫ് ജസ്റ്റിഫൈഡ് ബൈ, ഞാനിത് ചെയ്താൽ നിയമത്താൽ ന്യായീകരിക്കപ്പെടുന്ന പ്രവൃത്തിയാണ്. അല്ല, മലയാളം നമ്മൾ ഇന്നലെ, ഇതാണ് ഒറിജിനൽ BNSലെ പറയുന്ന വാക്കുകൾ. ഒറിജിനൽ BNSൽ ഇതാണ് കൃത്യമായി പഠിക്കേണ്ടത്. ഇത് കൃത്യമായി പഠിക്കുമ്പോൾ 1 മാർക്ക് നഷ്ടപ്പെടില്ല. കാരണം ചോദിക്കുമ്പോൾ ഇതിന്റെ അകത്ത് നിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണ്, ഇതിൽ പറയുന്നത് എന്താണ്? നിയമത്താൽ ന്യായീകരിക്കപ്പെട്ട വ്യക്തിയാലോ, അല്ലെ, നിയമത്താൽ ഒരു വ്യക്തി ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വസ്തുതയുടെ തെറ്റ് കാരണമായി, വസ്തുത, ഒരു ഫാക്ട് തെറ്റി, അല്ലെ, പക്ഷെ നിയമം തെറ്റിയില്ല, താൻ നിയമത്താൽ ന്യായീകരിക്കപ്പെട്ടവനാണെന്ന് ഉത്തമം ബോധ്യപ്പെടുന്ന വ്യക്തിയാലോ ചെയ്യപ്പെടുന്ന പ്രവൃത്തി. അപ്പൊ ഏതാണ് ഇതിൽ വരുന്നത്? ന്യായീകരിക്കപ്പെടുക. ഈ വാക്കാണ് 17ൽ വരുന്നത്, അല്ലെ. 14 ഏതായിരുന്നു? ബാധ്യസ്ഥനാവുക, നിയമത്താൽ ബാധ്യസ്ഥൻ. ഇവിടെ ഏതാണ്? നിയമത്താൽ ന്യായീകരിക്കപ്പെട്ട. നമ്മൾ ഇന്നലെ അത് വിശദമായിട്ട് നോക്കി, അല്ലെ. ഇത് മൊത്തം നോക്കിയതാണ്, അല്ലെ. പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പ്രവൃത്തി ചെയ്യാൻ നിയമാധികാരത്താൽ ന്യായീകരിക്കപ്പെട്ട വ്യക്തിയാലോ, അല്ലെങ്കിൽ നിയമത്തിന്റെ തെറ്റുമൂലമല്ലാതെ വസ്തുതയുടെ തെറ്റുകാരണത്താൽ താൻ നിയമത്താൽ ന്യായീകരിക്കപ്പെട്ടവനാണെന്ന് ഉത്തമ ബോധ്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാലോ ചെയ്യപ്പെടുന്ന ആ പ്രവൃത്തി കുറ്റമല്ലാതാകുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ വിശദമായി നോക്കി. ഇന്ന് ഇതിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത്, കുറച്ചും കൂടെ എളുപ്പത്തിൽ, അല്ലെ, കാരണം ഈ വാക്കുകൾ എല്ലാവർക്കും എളുപ്പമായി വരണമെന്നില്ല, അല്ലെ. ഭാരതീയ ന്യായ സംഹിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ എല്ലാവർക്കും എളുപ്പമാകണമെന്നില്ല. അതിനെ വളരെ സിംപ്ലിഫൈ, ലഘൂകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് അതിന്റെ മറ്റൊരു പെർസ്പെക്റ്റീവില് കവർ ചെയ്യുകയാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു വ്യക്തി അവരുടെ പ്രവൃത്തികൾ നിയമപ്രകാരം ന്യായീകരിക്കപ്പെടുന്നു എന്ന വിശ്വാസത്താൽ, അല്ലെ,
ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്, അതിന് തടസ്സമില്ല അല്ലെ. ഒരു വ്യക്തി പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, അവർ വിശ്വസിക്കുന്ന എന്താണ്, ഞാൻ ചെയ്യുന്നത് നിയമപ്രകാരമുള്ള ഒരു പ്രവൃത്തിയാണ്, നിയമത്തെ ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യുന്നില്ല, നിയമത്തെ ലംഘിച്ചുകൊണ്ടുള്ള ഒന്നും തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം നിയമപരമായിട്ടുള്ളതാണ് അല്ലെ. നിയമപ്രകാരം ന്യായീകരിക്കപ്പെടുന്നു, നിയമം ജസ്റ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്ത് ചെയ്യുന്നു, നിയമം ന്യായീകരിക്കുന്നു, ഞാൻ ചെയ്ത് തെറ്റല്ല, അത് നിയമം ന്യായീകരിച്ചോളൂ അല്ലെ. ഞാൻ നിയമത്തിന്റെ കാര്യമല്ലേ ചെയ്തു, അപ്പൊ അതിൽ ചെറിയ പിഴവൊക്കെ പറ്റും അല്ലെ. അപ്പൊ ന്യായീകരിക്കപ്പെടും, നിയമം ന്യായീകരിക്കുന്ന പ്രവൃത്തികളാണ് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 17 പറയുന്നത് കുറ്റമല്ല അല്ലെ. നിയമത്താൽ ന്യായീകരിക്കപ്പെടുന്നെങ്കിൽ അത് തെറ്റല്ല. ഇപ്പൊ അവിടെ പിഴവ് പറ്റി, വസ്തുതാപരമായ ഒരു തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല അല്ലെ. അപ്പോ നിയമപരമായ ഒരു പ്രവൃത്തി ചെയ്താൽ അവ നിയമപരമായി കരുതുന്നവർക്കോ ഇത് കിട്ടും. അതിന്റെ സംരക്ഷണം എന്താണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിയമപരമായിരിക്കണം, നിയമപരമല്ലാത്ത പ്രവൃത്തികൾ പാടില്ല, നിയമപരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെ ആയിരിക്കണം അല്ലെ. നിയമപരമായിട്ടുള്ള പ്രവൃത്തി തന്നെ ചെയ്യണം, നിയമവിരുദ്ധമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയാലും, നിയമപരമായി പ്രവർത്തിച്ച് തെറ്റ് പറ്റിയാൽ സംരക്ഷണം സെക്ഷൻ 17 നൽകിയിരിക്കും അല്ലെ. അപ്പോ ഇപ്പോ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം അല്ലെ. ഇപ്പൊ എന്റെ പക്കൽ സ്വത്തുണ്ട് അല്ലെ, പലതും. ഈ കയ്യിരിക്കുന്ന പേന എന്റെ സ്വത്താണ്, ഇരിക്കുന്ന ബോട്ടിൽ ഇതെന്റെ സ്വത്താണ് അല്ലെ. അപ്പൊ ആരെങ്കിലും ഇത് പിടിച്ചെടുക്കുവാനായി, എടുത്തുകൊണ്ട് പോകുവാനായിട്ട് ശ്രമം നടത്തുന്നെങ്കിൽ അല്ലെ, എനിക്കത് തടയാൻ പറ്റും അല്ലെ. എനിക്ക് തടയാൻ പറ്റും. ആ തടയുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റും, അതൊന്നും കുഴപ്പമില്ല. സെക്ഷൻ 17 പറയുന്നത് കുഴപ്പമില്ല. നിങ്ങൾ നിയമലംഘനമാണ് തടയാൻ പോകുന്നത്. നിയമലംഘനം മനസ്സിലാക്കി നിങ്ങളുടെ ക്രിയാത്മകമായ ഇടപെടൽ അവിടെ ഉണ്ടായി. അപ്പൊ പിന്നെ അവിടെ എന്ത് തെറ്റ് വരാൻ അല്ലെ. അവിടെ ഒരു പിഴവില്ല, നിങ്ങൾ തെറ്റുകാരനല്ല, നിങ്ങൾ ചെയ്തിട്ടില്ല. സെക്ഷൻ 17 പറയുന്നു നിയമം നിങ്ങളെ ന്യായീകരിക്കും, കാരണം നിങ്ങൾ നിയമലംഘനമല്ല ചെയ്തത്. നിയമലംഘനം നടന്നപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ, അത് അകറ്റുവാൻ നിങ്ങൾ നോക്കി, നിങ്ങൾ അവിടെ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ നിരപരാധിയാണ്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. സെക്ഷൻ 17B&S ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 17 അധ്യായം 3 പറയുന്നു കുഴപ്പമില്ല, നിയമം നിങ്ങളെ ന്യായീകരിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട എന്ന് പറയും അല്ലെ. അപ്പൊ ഈ സമയത്ത് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും പരിക്കൊക്കെ ഏറ്റാലും കുഴപ്പമില്ല, കോടതിയിൽ പോയാലും കുഴപ്പമില്ല. 17 ഉപയോഗിച്ച് അല്ലെ, സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. ഈ ബലപ്രയോഗം ഞാൻ ചെയ്ത് എന്റെ സ്വത്ത് സംരക്ഷിക്കാൻ അല്ലെ. മോഷ്ടിച്ചപ്പോ ഒരാൾ നിയമവിരുദ്ധമായി പ്രവൃത്തി ചെയ്തു, മോഷ്ടിച്ചപ്പോ ഞാൻ ബലം പ്രയോഗിച്ചു, കാരണം എന്താ, എനിക്ക് എന്റെ സ്വത്ത് വേണം, അത് എന്റെ സ്വത്താണ്. എടുത്തപ്പോ തടഞ്ഞു അല്ല, ഞാൻ കൈ കെട്ടി നോക്കി നിന്നിട്ട് എന്റെ സ്വത്ത് മോഷണം പോയി ഞാൻ കണ്ടുകൊണ്ട് നിന്നു, എന്നിട്ട് കേസ് കൊടുത്ത് കോടതി വരണമെന്നല്ല നിയമം പറയുന്നത്. സെക്ഷൻ 17 പറയുന്നത് നിന്റെ കൺമുമ്പില് നിയമലംഘനം നടന്നു, നിന്റെ വിലപ്പെട്ട വസ്തു നഷ്ടപ്പെട്ടു പോയെങ്കിൽ പ്രതിരോധിച്ചോളൂ. സെക്ഷൻ 17 പറഞ്ഞ കുഴപ്പമില്ല അല്ലേ. അപ്പോ ഇതാണ് സെക്ഷൻ 17 വരുന്നത് അല്ലേ. ഇതാണ് 17 വരുന്നത്. 17 സെക്ഷൻ ന്യായീകരിക്കും, നിയമം അങ്ങ് ന്യായീകരിച്ചു വിടുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചും ഈ നിയമത്തെക്കുറിച്ചും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, കൂടുതൽ വിശദീകരിച്ച് പഠിക്കണമെങ്കിൽ, എക്സാമിന് ഈ സിലബസ്, അതായത് നമ്മുടെ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് മൊത്തം ഒന്ന് കവർ ചെയ്ത് 40 മാർക്കും വാങ്ങാൻ കഴിയണമെങ്കിൽ AZB അക്കാഡമിയുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോൾ അനന്തു 20 എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അതിൽ കൂപ്പൺ കോഡ്, ഫാക്കൽറ്റി കോഡാണ്, ഇത് ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് 20 എന്ന് പറഞ്ഞ പോലെ തന്നെ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ഉറപ്പായിട്ടും 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യുക. മാത്രമല്ല, നമ്മൾ ഒറിജിനൽ നിയമപുസ്തകങ്ങൾ വെച്ചാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കോഴ്സിന് ജോയിൻ ചെയ്താൽ റാങ്ക് ഫയൽ നിങ്ങൾക്ക് വേണ്ട, വേറൊരു കോച്ചിങ്ങും വേണ്ട, വേറൊരു മെറ്റീരിയൽ എടുക്കണം. ഞങ്ങൾ തരുന്ന മെറ്റീരിയൽ മാത്രം, ഞങ്ങളുടെ ക്ലാസ് മാത്രം, മറ്റൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ജയിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഓർക്കുക, അനന്തു 20 എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക.
കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക മാത്രമല്ല ക്ലാസ് അഡ്മിഷൻ എടുത്ത് കൃത്യമായി പഠിക്കുകയും ചെയ്യാം. അതുകൊണ്ട് മറക്കരുത്, 20% ഡിസ്കൗണ്ട് ഈ കോഡ് ഉപയോഗിക്കുക. അനന്തു 20 സല്യൂട്ട് ആണ് ബാച്ചിന്റെ പേര്. AZB അക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെ, ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. BNS നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ. അല്ലെ, ദൃഷ്ടാന്തം എന്നാണ് പേരെങ്കിൽ അതിന്റെ അർത്ഥം അത് ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പറയാത്തതാണെങ്കിൽ ഉദാഹരണം എന്ന് പറഞ്ഞായിരിക്കും നോക്കി കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം എന്താ ഇതിന്റെ പ്രത്യേകത, വ്യത്യാസം? ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ BNS മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കെന്നേ ഉള്ളൂ. പക്ഷേ BNS ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിളിലാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിന് സാധ്യത കൂടുതൽ, ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. BNS ഉപയോഗിച്ച എക്സാമ്പിൾ ആണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഇത് വെക്കാം. ഇത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും വരത്തുള്ളൂ. ഇതിനാണ് ആദ്യത്തെ പ്രയോറിറ്റി. ഫസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്ത് നോക്കി കൃത്യമായിട്ട് രീതിയിൽ അത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നമ്മൾ നോക്കുകയാണ്, BNS ഉദാഹരണം എടുക്കുകയാണ്. എ അല്ലെ, എ ഉണ്ട് ഇവിടെ ഒരു കഥാപാത്രം, അടുത്ത് Z ഉണ്ട്, രണ്ടുപേര്, അല്ലെ A B ഏതായാലും എ ഉണ്ട്, Z ഉണ്ട്. അപ്പൊ എക്ക് ഒരു കൊലപാതകം ഒരാൾക്ക് നടക്കും പോലെ തോന്നി, അല്ലെ? ഇപ്പൊ നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഒരാളുടെ തലയടിച്ച് പൊട്ടിക്കുകയാണ്, അല്ലെ? ശരിക്കും ഇത് ജീവനുള്ളതാണോ? അല്ല, അല്ലെ? ജീവനുള്ള ഒരാളാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും, ആ ഇരിപ്പ് കണ്ടാൽ തോന്നിപ്പോവും, പക്ഷെ അല്ല, അല്ലെ? അപ്പൊ ഇവിടെ ഇദ്ദേഹം കുറ്റകൃത്യം ചെയ്യുവാണോ? അല്ല. ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള വസ്തു ഇദ്ദേഹം ഒരു ഡമ്മി സാധനം, ക്രിസ്മസ് പാപ്പയെ കൊണ്ട്, അല്ലെ, ഒരു അപ്പൂപ്പൻ, ക്രിസ്മസ് അപ്പൂപ്പന്റെ രൂപം കൊണ്ട് ഒരു തമാശയ്ക്ക് ചുമ്മാ അടിച്ചു പൊട്ടിക്കുകയാണ്, അല്ലെ? പക്ഷെ വേറൊരാൾ നോക്കുമ്പോൾ ഒരു ജീവനുള്ള ഒരാളെ അടിച്ചു തലയിൽ മണ്ടയ്ക്ക് അടിച്ച് കൊല്ലാൻ നോക്കുന്നു, അല്ലെ? അപ്പൊ എക്ക് കൊലയാണെന്ന് തോന്നി. ഇയാളാണ് Z, Z ചെയ്യുന്നത് കൊലപാതകമാണെന്ന് തോന്നി, അല്ലെ? അപ്പോ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഈ കൊലപാതകയെ ഞാൻ പിടിക്കും, ഒരു കൊലപാതകം ഇവൻ ചെയ്തവനാണ്, ഞാൻ ഇന്ന് കാണിച്ചു തരാം എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അധികാരികളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി Z പോയി പിടിക്കുന്നു, അല്ലെ? Z പോയി പിടിക്കുന്നു. എടാ, നീ അവിടെ ഇരുന്ന് അപ്പൂപ്പന്റെ തലയടിച്ച് പൊട്ടിച്ചല്ലേ, പാവം മനുഷ്യൻ നിലവിളിക്കാൻ പോലും അവസരം നൽകില്ല, തല കടന്ന് ചിതറി നടക്കുന്നുണ്ടോ, ഞാൻ നിന്നെ നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കും, അല്ലെ? ഒരു കൊലപാതകം നടത്താൻ, ഒരു ക്രൂര കൃത്യം നടത്തുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഐ നെവർ അലോ യു ടു ബ്രേക്ക് ദ ലോ, നിയമത്തെ ലംഘിക്കുവാൻ, അല്ലെ? ടു റൺ അവേ ഫ്രം ലീഗൽ പ്രൊസീജിയർ, നിയമത്തിന്റെ നടപടിക്രമത്തിൽ നിന്ന് നീ ഓടിപ്പോകാൻ ഒരിക്കലും ശ്രമിക്കണമെന്ന് പറഞ്ഞ് ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒരു ഡമ്മി പ്രതിമയുടെ തലയടിച്ച് പൊട്ടിച്ച Z പിടിച്ചു നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, അല്ലെ? പക്ഷേ കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് അതൊരു വെറും ഒരു ഡമ്മിയാണ്, അല്ലെ? കൊലപാതകമൊന്നും ചെയ്യാനൊന്നും പോയില്ല, അല്ലെങ്കിൽ കൊന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ്. എന്തായാലും Z തെറ്റുകാരനല്ല, അയാൾ ഒരു തെറ്റും ചെയ്തില്ല, ഒരു കൊലപാതകവും ചെയ്തില്ല, ആരെയും കൊന്നതുമില്ല. തെറ്റിദ്ധാരണ, എയുടെ തെറ്റിദ്ധാരണയാണ്. അപ്പം നമ്മൾ വിചാരിക്കും, ആഹാ, തെറ്റിദ്ധാരണ വന്നു, അല്ലെ? എക്ക് തെറ്റിദ്ധാരണ ആണ്. പാവപ്പെട്ട Z കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നാട്ടുകാരുടെ മുമ്പിലെല്ലാം അപമാനിച്ചില്ലേ, അല്ലെ? എയെ പിടിച്ച് ജയിലിലിടണോ, അല്ലെ? എക്ക് ശിക്ഷ കൊടുക്കണോ? ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 17, നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സെക്ഷൻ 17 പറഞ്ഞത് വേണ്ട, വിട്ടയ്ക്ക്, അല്ലെ? കാരണം ഇയാള് നിയമലംഘനം നടത്തിയില്ലേ? വലിയ നിയമലംഘനം നടത്തി? ഒന്നും നടത്തിയില്ല. അവിടെ ഒരു കൊലപാതകം നടക്കുന്നു എന്ന് തോന്നൽ, ആ കൊലപാതകം നിയമലംഘനമാണ്, അല്ലെ? അത് തോന്നലുണ്ടായപ്പോ ആ കൊലപാതകത്തിൽ നിന്നും എന്ത് ചെയ്തു? കൊല്ലാൻ ശ്രമിച്ച ആ വ്യക്തിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, തെറ്റൊന്നുമില്ല, അല്ലെ? മാത്രമല്ല ഇവിടെ നിയമലംഘനവും നടത്തിയിട്ടില്ല. എന്തേ നടത്തി? ഒരു കൊലപാതകം തോന്നി, നിയമലംഘനം മുമ്പിൽ കണ്ടപ്പോൾ ആ നിയമലംഘനം ചെയ്തു എന്ന് കരുതിയ വ്യക്തിയെ സ്റ്റേഷനിൽ കൊണ്ടുപോയി, വേറെ ഒന്നും ചെയ്തില്ല. അവിടെ ഒരു പിഴവ് പറ്റി, ആ പിഴവിനെ വസ്തുതാപരമായ പിഴവെന്നാണ് പറയുന്നത്, അല്ലെ? കാരണം നിയമലംഘനം കണ്ടിട്ടാണ് ഇയാളെ കൊണ്ടുപോയത്. അപ്പൊ വസ്തുതാപരമായ ഒരു പിഴവ്. എന്താണ് വസ്തുതാപരമായ പിഴവ്? വസ്തുതാപരമായ പിഴവ്, അല്ലെ? വസ്തുതാപരമായ പിഴവ്, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്, അല്ലെ?
അത് കുഴപ്പമില്ല, നിയമമൊന്നും ലംഘിച്ചില്ലല്ലോ, അവനെ പിടിച്ച് കൊണ്ടുവന്നല്ലേ ഉള്ളൂ അല്ലേ. അവൻ കൊല്ലാൻ ശ്രമിക്കുന്നത് അവനെ കൊന്നിരുന്നില്ലല്ലോ. എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു, പിടിച്ച് കൈയും കെട്ടി എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. നമ്മൾ അന്വേഷിച്ചു നോക്കിയപ്പോൾ കൊലപാതകം അല്ല, ഒരു തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് കേസ് വെറുതെ വിടും അല്ലേ. ഇവിടെ നിയമം എന്ത് ചെയ്യും? ജസ്റ്റിഫൈഡ് ബൈ ലോ. ജസ്റ്റിഫൈഡ് എന്ത് ചെയ്യും? ന്യായീകരിക്കും നിയമം. പോട്ടെ, ഒരു കൊലപാതകം കണ്ടിട്ടല്ലേ, നിയമലംഘനം കണ്ടു നടക്കുന്നത് കരുതിയിട്ടില്ല, വിട് കുഴപ്പമില്ല, വിട് അങ്ങ് വിട്ടേക്കും. ന്യായീകരിക്കുന്നു. ഏതാണ്? ജസ്റ്റിഫൈ. എന്ത് ചെയ്യുന്നു? ന്യായീകരിക്കപ്പെടുന്നു. ന്യായീകരിക്കപ്പെടുന്നു അല്ലെ. ഇതാണ് BNS നിന്നുള്ള ദൃഷ്ടാന്തം നമുക്ക് നോക്കാൻ ഉള്ളത് അല്ലെ. ഇതാണ് ഭാരതീയ ന്യായ സംഹിതയിൽ കൊടുത്തിരിക്കുന്ന ഒറിജിനൽ ആയിട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? സെക്ഷൻ 17ന്റെ ഒരു പാർട്ട് കവർ ചെയ്തു. ആ പാർട്ട് കഴിഞ്ഞ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ കാണുക. അത് BNSൽ പറഞ്ഞിരിക്കുന്ന സെക്ഷനെ ഡീകോഡ് ചെയ്യാണ്, കുറച്ചും കൂടെ വിശദീകരിച്ചെടുക്കുകയാണ്. നമ്മൾ ഇന്ന് നോക്കിയത് ആ സെക്ഷനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് BNSൽ ഉദാഹരണവും ചേർത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. അതാണ് നമ്മുടെ ഇന്നത്തെ പാർട്ട് 2. നമ്മുടെ പാർട്ട് 3യിലേക്ക് പോകുമ്പോൾ ഇതിനെ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് കൂടുതൽ ഉദാഹരണങ്ങൾ ചേർത്ത് നമ്മൾ അത് പ്രസന്റ് ചെയ്യും. അതാണ് നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ മറക്കരുത്, അനന്തു 20 എന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഞങ്ങൾ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് മാത്രമേ വരത്തുള്ളൂ, എക്സാമിന് അതിൽ നിന്ന് മാത്രമേ കയറൂ. കാരണം നമ്മൾ ഒറിജിനൽ നിയമപുസ്തകങ്ങളാണ്. ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുമെങ്കിൽ ഒരു റാങ്ക് ഫയലും നിങ്ങൾ വാങ്ങരുത്. റാങ്ക് ഫയലിൽ നിന്നും പഠിച്ചാൽ ഒരിക്കലും CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് റാങ്ക് ഫയൽ പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾ സർവീസ് കയറത്തില്ല. 100% കയറത്തില്ല അല്ലെ. അതിന് കൃത്യമായി ഒറിജിനൽ നിയമപുസ്തകങ്ങളിൽ നിന്ന് നോട്ട് തയ്യാറാക്കി പഠിക്കണം. അത് പ്രസ്താവനകൾ ആണ് ഒരുപാട് ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ AZBയുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. ഇത് കൃത്യമായ രീതിയിൽ അത് പഠിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കിനി അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.